നിലമ്പൂർ വനമേഖല കൃഷിക്ക് ഭീഷണിയായി കാട്ടാനകളും കാട്ടുപന്നികളും. നമ്പൂരിപ്പൊട്ടി മതിൽമൂല മേഖലയിലാണ് വന്യജീവികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. കർഷകരുടെ പ്രശ്നങ്ങളിൽ അധികൃതർ ഇടപെടുന്നില്ല എന്നുള്ള പരാതിയും വ്യാപകമാണ്. മികച്ച കർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ നാലകത്ത് സിദ്ദിഖിന്റെ 100ഓളം വാഴകളും തെങ്ങ് കവുങ്ങ് കൃഷികളുമാണ് ആനയും പന്നികളും നശിപ്പിച്ചത്. കൃഷിയിടത്തിന്റെ 2 ഭാഗങ്ങളിലായി ഓരോ സമയവും കാട്ടാനകളും കാട്ടുപന്നികളും ചേർന്ന് വ്യാപകമായി കൃഷി നശിപ്പിച്ചതെന്ന് നാലകത്ത് സിദ്ദിഖ് പറഞ്ഞു. കൃഷിയിടത്തിൽ ജലസേചനത്തിനായി സ്ഥാപിച്ചിരുന്ന പൈപ്പുകളും കാട്ടാനകൾ ചവിട്ടി നശിപ്പിച്ചു. രാവിലെ വന്ന് വെള്ളമടിക്കാൻ തുടങ്ങി. കൃഷിയിടത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താണ്, ആന ഒരു ഭാഗം മൊത്തം നശിപ്പിച്ചു. പിന്നെ ഇതൊക്കെ ഞാൻ ലക്ഷങ്ങളും മുടക്കിൻ്റെ സ്വന്തം പൈസ കൊടുത്ത് മുടക്കിയെടുത്ത പൈപ്പുകളാണ്. അതായത് ഈ 6 ഏക്കറിലും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ ചെയ്യുക? ഇതിനൊക്കെ ഒരു പരിഹാരമില്ലാതെ എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ ഇല്ല. ഒരാഴ്ചയിലധികമായി ഇവിടെ ആന വിളയാടാൻ പലരുടെയും ഞങ്ങൾ തന്നെ നെല്ല് മയിലാടി നശിപ്പിച്ചു. അത് കുറേ പേരോട് പറഞ്ഞു. എന്തും നടക്കാത്തൊരു കാര്യം. അല്ലെങ്കിൽ ഇവരെ ഒഴിവാട്ടെ, നമ്മൾ പറഞ്ഞു വെച്ചേരാണ്. കഴിഞ്ഞ 3 ദിവസമായി കാട്ടാനകൾ ഈ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. വനപാലകരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും കർഷകർക്ക് ആക്ഷേപമുണ്ട്. പുലർച്ചെ വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ തമ്പടിക്കുന്നത് ടാപ്പിംഗ് തൊഴിലാളികൾ, പ്രഭാത സവാരിക്കാർ എന്നിവർക്കും ഭീഷണിയാകുകയാണ്. 12000 വനമേഖലയിൽ നിന്നും കാഞ്ഞിരപ്പുഴ കടന്നാണ് രാത്രിയാകുന്നതോടെ കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. ജനവാസ കേന്ദ്രങ്ങളായ മയിലാടി, എരഞ്ഞിമങ്ങാട്, പൊയിളായി, പെരുമ്പത്തൂർ, മതിൽമൂല ഭാഗങ്ങളിലാണ് വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം.